വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട്, വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ കൊണ്ട്, ഏതൊക്കെയോ അതേ സമയങ്ങളിൽ കുനിഞ്ഞുപോയ ചില ആളുകളോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയുക, ദിസ് ഈസ് യുവർ ടൈം. ഇത് നിങ്ങളുടെ സമയമാണ്, ഇത് നിങ്ങളുടെ സമയമാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുന്ന സമയമാണ്. കഴിഞ്ഞ 6 ദിവസമായിട്ട് ഉപവാസത്തിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ 6ാമത്തെ പകൽ ഞാൻ ആത്മാവിൽ പറയുക, ദൈവം നിങ്ങളെ നിവർത്തുന്നു. ജീസസ്. തിരുവചനം പഠിക്കുമ്പോൾ വിവിധങ്ങളായ കാരണങ്ങളാണ് മനുഷ്യനെ കുനിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാപമാണ്. ദൈവത്തിന് സ്തോത്രം. 1-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം ഇപ്രകാരം പറയുന്നത്, ദുഷ്ടന്മാർ നീതിമാന്മാരുടെ സഭയിലും പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുകയില്ല. അപ്പം പാപം തീർച്ചയായിട്ടും മനുഷ്യനെ കുനിക്കുന്നതാണ്. സ്തോത്രം. ഏദൻ തോട്ടം മുതൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കൃത്യമായ ഒരു യാഥാർത്ഥ്യമാണ്, അല്ലേ? പാപം നിമിത്തമായിട്ട് ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യൻ, അവൻ ഓടി ഒളിക്കുകയാണ്. ഒളിക്കുന്ന മനുഷ്യനെ ദൈവം വിളിക്കുകയാണ്, ആദമേ നീ എവിടെ? അപ്പം പറയാ, ഞാൻ ഒളിച്ചിരിക്കുക. എന്താ ഒളിച്ചിരിക്കാനായിട്ട്? ഒരേ ഒരു സാധ്യത. അപ്പൊ നീ ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഈ തോട്ടത്തിലുണ്ടല്ലോ. പിന്നെന്തിനാ നീ ഒളിച്ചിരിക്കുന്നത്? അപ്പം പറയാ, ഞാൻ നഗ്നനാകൊണ്ട്. ദൈവം പറയാ, നീ നഗ്നനാകൊണ്ട് അതിനും സാധ്യതയില്ലല്ലോ. ഞാൻ നിന്നെ തേജസ്സിന്റെ വസ്ത്രം ഉടുപ്പിച്ചതാണല്ലോ. എന്നിട്ട് ദൈവം ചോദിക്കുക, എന്താ നീ നഗ്നനാകാൻ കാരണം? തിന്നരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നോ? അപ്പൊ മനുഷ്യൻ പറയാ, എൻ്റെ ഉടിരിക്കാനായിട്ട് നീ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. ദൈവം മനുഷ്യനെ വിളിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒളിച്ചിരിക്കുന്ന, നഗ്നത നിമിത്തം ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ ദൈവം ചിലത് ഉടുപ്പിക്കുക. അപ്പം പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് ജീവിതത്തിൽ ലഭിക്കേണ്ട അർഹതപ്പെട്ട അംഗീകാരങ്ങൾ നഷ്ടപ്പെട്ട് ഒളിച്ചിരിക്കുന്ന മനുഷ്യൻ, അവൻ ആ സ്ഥിതിയിൽ തുടരുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, 79-ാം സങ്കീർത്തനത്തിന്റെ 8-9 വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ഞങ്ങളുടെ പൂർവന്മാരുടെ അകൃത്യങ്ങളെ കണക്കിടരുത്, അങ്ങയുടെ കരുണ വേഗത്തിൽ ഞങ്ങളെ എതിരേൽക്കുമാറാകട്ടെ. ഞങ്ങൾ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, അങ്ങയുടെ നാമത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമനിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. ഈ പ്രഭാതത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ള സന്ദേശം, പാരമ്പര്യ ശാപങ്ങൾ നിമിത്തമോ പൂർവന്മാരുടെ പ്രവർത്തികൾ നിമിത്തമോ ഒക്കെ ജീവിതത്തിൽ തല ഉയർത്തുവാൻ കഴിയാതെ ഇന്നലത്തെ ചില പ്രവർത്തികളുടെ പേരിൽ കഷ്ടം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മനിയോഗത്തിൽ ഉറക്കെ പറയുകയാണ്, ദൈവം നിങ്ങളുടെ കുടുംബത്തിന് സ്വാതന്ത്ര്യം കൽപ്പിക്കുന്ന പകലായത്. പാപബന്ധനത്തിന്റെ ശാപം പേറുന്ന ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യെസ്, വളരെ ശക്തമായിട്ട് ഞാൻ ആത്മനിയോഗത്തിൽ പറയുകയാ, ഇന്നലത്തെ ചില പ്രവർത്തികളുടെ പേരിൽ, അറിഞ്ഞോ അറിയാതെയോ പിതാക്കന്മാർ ചെയ്ത പ്രവർത്തികളുടെ പേരിൽ ചില വെച്ചുകെട്ടുകളുമായി ജീവിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് എത്ര ശ്രമിച്ചിട്ടും, പുണ്യസ്ഥലങ്ങൾ പലത് പോയിട്ടും, തീർത്ഥയാത്രകൾ പലത് പോയിട്ടും, പാപമോക്ഷത്തിന് വേണ്ടി പല പരിഹാരക്രിയകൾ ചെയ്തിട്ടും അവിടെയൊന്നും പരിഹാരമില്ലാതെ ജീവിതം വല്ലാതെ ഒറ്റപ്പെട്ട് വഴിമുട്ട് നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പറയുകയാ, നിങ്ങളുടെ കുടുംബം അഭിമുഖീകരിക്കുന്ന പാപബന്ധനത്തിന്റെ കയറിനെ എന്നേക്കുമായി പൊട്ടിച്ച് അതിനെ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളഞ്ഞ് നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ, ഹല്ലേലൂയ, ഇതൊരു വലിയ ദൈവപ്രവൃത്തിയുടെ നിമിഷമാ. എനിക്ക് നന്നായിട്ടറിയാം, സാധാരണ ഒരു പ്രസംഗമല്ല ഇന്ന് ഞാനിവിടെ നടത്തുന്നത്, മറിച്ച് കുറ്റബോധത്തോടുകൂടെ ദൈവത്തിലേക്ക് തിരിയുന്ന
ഹല്ലേലൂയ. ഞാനും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തെന്ന് പറഞ്ഞ് ഒന്ന് പൊട്ടിക്കരയുന്ന ശബനാരകൽ ഘടക ഇന്നലത്തെ പ്രവൃത്തികളുടെ പേരിൽ കഷ്ടത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവി പറയുക, നിങ്ങൾ ദൈവവും പാകെ ഒന്ന് പൊട്ടിക്കര. അതിന് ഈ നിമിഷത്തെ ഉപയോഗിക്ക്. ഇന്ന് സ്വാതന്ത്ര്യം വ്യാപരിക്കുക. പൊട്ടിക്കരയുന്നവനെ കെട്ടിപ്പിടിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ആ രണ്ട് കാര് ഉയരത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് അപ്പാന്നൊന്ന് ഉറക്കെ പറ. ജുഡാരകൽ ഘടക പിതാക്കന്മാരെ അകർത്തൻ ദൈവം കടക്കിടത്തില്ല. തലമുറയോട് ദൈവം കടക്കിടത്തില്ല. പാപബന്ധനം കുനിച്ചു വെച്ചിരിക്കുന്ന, പ്രവർത്തികൾ നിമിത്തം കുനിഞ്ഞിരിക്കുന്ന ചില കുടുംബങ്ങൾ ഇന്ന് പകൽ എന്റെ യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുക. ലൂക്കോസ് 22:61-62 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ വിഷയത്തെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കോസ് 22:61-62 വാക്യങ്ങൾ. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഇന്ന് കോഴികവും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളി പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് അതിദുഃഖത്തോട് പൊട്ടിക്കരഞ്ഞു. ഒരു ചെറിയ നിമിഷത്തെ കർത്താവിൻ്റെ നോട്ടം. തൻ്റെ പരാജയത്തെ തിരിച്ചറിയുന്ന പത്രോസ് പൊട്ടിക്കരയുക. സംഭവിച്ചതെന്താ? ആ നിമിഷം പാപബന്ധനത്തിൻ്റെ കയറ് അവനിൽ നിന്ന് അഴിഞ്ഞു മാറുകയാ. കാലഘട്ടത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ദൈവ മനുഷ്യനായിട്ട് ആ കർത്തൃദാസന് ഉപയോഗിക്കപ്പെടുകയാ. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ ചരിത്രം മാറും. പവർഷന്റെ സ്റ്റുഡിയോയിൽ പ്രത്യേകിച്ചും വന്നിരിക്കുന്ന 1-ലധികം പേരോട് ആത്മനിയോഗത്തോടെ ഞാൻ പറയുകയാ, ഈ കോമ്പൗണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് സംഭവിക്കുന്ന കോമ്പൗണ്ടാണ്. ഇന്ന് ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങുന്നത് ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ദൈവിക അത്ഭുതവുമായിട്ടാണ്. ഹല്ലേലൂയ. ഇത് സംഭവിക്കുന്നു, ഇന്ന് സംഭവിക്കുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ദൈവം അത് ചെയ്യുന്നു. ചില പാപപ്രവർത്തികൾ നിമിത്തം ബാറ്റൺ ഇങ്ങനെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങൾ ശാപമെന്ന് തന്നെ ഞാൻ അതിനെ വിശേഷിപ്പിക്കും. ആ ശാപത്തിന്റെ കേട്ട് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ കരിഞ്ഞു മാറുന്നത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പാപബന്ധനം മനുഷ്യനെ കുനിക്കുന്നതാണ്. എന്നാൽ ഏറ്റുപറച്ചിൽ ഏത് കുഞ്ഞ മനുഷ്യന്റെയും തല ഉയർത്തുന്നതാണ്. ഇനി മനുഷ്യനെ കുനിക്കുന്ന രണ്ടാമത്തെ വിഷയം, പാപം കുനിക്കുന്നത് പോലെ തന്നെ മനുഷ്യന്റെ തല കുനിക്കുന്ന രണ്ടാമത്തെ വിഷയമാണ് രോഗം. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 25 തുടങ്ങി 27 വരെയുള്ള വാക്യം നമുക്ക് ഏറ്റവും പരിചിതമായ വാക്യങ്ങളാ. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയതൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെ ചിലവഴിച്ച് ഈ രോഗം അവൾക്ക് സമ്മാനിച്ചത് നഷ്ടങ്ങൾ മാത്രമാ. ഒരൊറ്റ രോഗത്തിന്റെ പേരിൽ അവൾ മിച്ചം വെച്ച സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് ശാരീരികമായി തകർന്ന്, മാനസികമായി തകർന്ന്, സാമ്പത്തികമായി അധപ്പതിക്കപ്പെട്ട് രോഗം നിമിത്തം വല്ലാതെ കുനിഞ്ഞുപോയ, വസ്തുവിറ്റ് ഓടിപ്പോകേണ്ടി വന്ന, വാടക വീട്ടിൽ താമസിക്കുന്ന ചിലരോട് ഇന്ന് പകൽ ഞാൻ ആത്മാവി ദൂത് പറയുക, 37-ാമത്തെ അത്യുന്നതന്റെ മറവിൽ നിങ്ങളെ ഉയർത്തിന്നൊരു കൈ ഈ പകൽക്കാലം തൊടാൻ പോകുക. കുനിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ
എല്ലാ രോഗവും രോഗമല്ല. 5:33 വായിക്കുക. 5:33. ഹല്ലേലൂയ. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞ് വളരെ ഭയന്ന് കർത്താവിന്റെ അടുക്കൽ ചെല്ലുക. 34 വാക്യം. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. അപ്പം എല്ലാ രോഗവും രോഗമല്ല, ചിലതിന്റെ പിൻപിൽ ചില ബാധകളുണ്ട്. ഇന്ന് പകൽക്കാല ആ ബാധകൾ ഇല്ലാതാകാൻ പോകുക. ബാധകൾ ഇങ്ങനെ, അത് കോവിഡ് ഒരു ബാധയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിക്കുൻകുനിയ ഒരു ബാധയാ. ഇതുപോലെ വരുന്ന ബാധകൾ നിങ്ങളുടെ വീടിനെ നശിപ്പിക്കാൻ, നിങ്ങളുടെ വീടിന്റെ സ്വസ്ഥതയെ ഇല്ലാതാക്കി. വിശ്വസിച്ച് ആരാധിച്ചോ. ഇതൊരു ഭയങ്കര ദൈവപ്രവൃത്തിയുടെ പകല. അടിക്കടിക്ക് തിരമാല കയറി വരുന്നത് പോലെ ജീവിതത്തിനു നേരെ, കുടുംബത്തിനു നേരെ കടന്നു വരുന്ന ചില ബാധകൾ. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തു. കത്തിയില്ലാത്ത ചില ശസ്ത്രക്രിയകൾ, കൈ തൊടാത്ത ചില അത്ഭുതങ്ങൾ ഇന്നത്തെ ആരാധനയുടെ അകത്ത് സംഭവിക്കാൻ പോകുക. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ബാധകൾ. ഹല്ലേലൂയ. ദൈവശക്തി ശക്തമായിട്ട് ചലിക്കുക. എല്ലാരും തൊടുന്നത് പോലെ അല്ല അവള് തൊട്ടത്. കർത്താവ് ചോദിക്കുക, എന്നെ തൊട്ടതാരാ? മറ്റുള്ളവരെല്ലാം പറയാ, ഞാൻ തൊട്ടു, ഞാൻ തൊട്ടു, ഞാൻ തൊട്ടു. കർത്താവ് പറയാ, അതൊക്കെ പതിവ് തട്ടിമുട്ടല. അതൊന്നും അല്ല. തൊടിയില് തൊട്ടവൻ അറിയും, തൊട്ടാൽ തൊടുന്നവനും അറിയും ആരാണോ തൊടപ്പെട്ടത്. ഇന്ന് നീ വിളിക്കുന്നത് കർത്താവ് അറിയണം. ഉറക്ക വിളിക്ക്. ചങ്ക് പൊട്ടുന്ന സ്വരത്തിൽ യേശുവെ ഉറക്ക വിളിക്കുന്നത് അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽക്കാലം പ്രസംഗിക്കുന്നത് വിളിച്ച വിളി കേൾക്കാത്ത, അനങ്ങാതിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല, വിളിച്ചതാരാണെന്നും എപ്പോഴാ വിളിച്ചതെന്നും ഒക്കെ അറിയാവുന്ന ദൈവം നമ്മുടെ ദൈവം. ഉറക്ക വിളിക്ക് സഹോദര. ഇന്ന് പകൽക്കാല പ്രതിമ കണക്ക് ഇവിടെ ഇരിക്കാതെ, നിങ്ങളുടെ വീടിനകത്ത് ഒരു പ്രോഗ്രാം കാണുന്ന ലാഘവത്തിൽ ഇരിക്കാതെ, നിങ്ങളെ തന്നെ മറന്ന് ഒന്ന് ഉറക്ക വിളിക്ക്, യേശുവേ. ആ സ്വരം അങ്ങോട്ട് ഉയരട്ടെ. ഈ സ്റ്റുഡിയോയുടെ അകത്തു നിന്ന് ആ സ്വരം അങ്ങോട്ട് ഉയരട്ടെ. ഇടതടവില്ലാതെ ആ സ്വരം അങ്ങോട്ട് ഉയരട്ടെ. 12 മണിക്കൂർ ഇവിടെ നടക്കുന്ന യോഗ. ജീസസ്, ഐ ലവ് യു ജീസസ്. ഉറക്കെ വിളിക്ക, യേശുവേ എന്ന് വിളിക്ക. ഭയങ്കര ദൈവപ്രവർത്തികൾ ഇന്ന് പകൽക്കാലം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. തീജാലക്കത്ത കണ്ണുള്ളവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, നക്ഷത്രം വലങ്കയിൽ പിടിച്ചവനായി, തേജസ് വാരി ഉടുത്തവനായി, ആരും അടയ്ക്കാതെ വേണം തുറക്കുന്നവനായി, ആരും തുറക്കാതെ വേണം അടയ്ക്കുന്നവനായി, ആരടച്ചാലും തുറക്കുന്നവനായി, രാജാതി രാജാവായി, കർത്താതി കർത്താവായി, അമർത്യതയുള്ള ദൈവമായി, അത്ഭുതത്തിന് മന്ത്രിയായി എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലെ കൂലാവുമ്പോ ആ സാന്നിധ്യം അറിയുന്ന ദൈവമക്കൾ ഉറക്കെ വിളിച്ചു തുടങ്ങ്, യേശുവേ. ഇതൊരു ഫോർമാലിറ്റി അല്ല. ഇന്ന് പകൽക്കാലം ഉള്ള തുറന്ന് യേശുവെന്ന് വിളിക്കുന്ന ചിലരെ എന്റെ കർത്താവ് തൊടുന്നുണ്ട്. ബാധകൾ അഴിയുകയോ, ബാധകൾ അഴിയുകയോ, രോഗബന്ധനത്തിന്റെ ബാധ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. ജീസസ്. പാപം കുനിക്കുന്നതാ, രോഗം കുനിക്കുന്നതാ. ഇനിയും ജനിച്ച സാഹചര്യവും സാമ്പത്തിക സ്ഥിതിയൊക്കെ മനുഷ്യനെ കുനിക്കും. 1 ദിനവൃത്താന്ത പുസ്തകം, സ്തോത്രം, 4-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം നമുക്ക് ഏറ്റവും അറിയാവുന്ന വാക്യ. ദൈവത്തിന് സ്തോത്രം. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം
9, 10 വാക്യങ്ങൾ ദയവായിട്ട് എടുത്താട്ട്. 4-ാം അധ്യായം 9, 10 വാക്യങ്ങൾ. എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി തീർന്നു. മാന്യനായിരുന്നെന്ന് ഇവിടെ പറയുമ്പോൾ വേറെ ചില ഭാഷാന്തരങ്ങൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അവൻ മാന്യനായി തീർന്നു. സ്തോത്രം. അപമാന സഹിച്ചവനായിരുന്നു. വ്യസനത്തോടാ പ്രസവിച്ചത്. ഏതമ്മയും വേദനയോടെ പ്രസവിച്ചെന്നല്ല, വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ അർത്ഥം, പ്രസവിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആ സ്ത്രീ ചില നിന്ദകൾ അനുഭവിച്ചിരുന്നു. വ്യസന സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന കുഞ്ഞ് അപമാനിതനായി വളർന്നവൻ ഇന്ന് മാന്യനായി മാറി. ബിസിനസ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, ജീവിതം അത് ലോൺ എടുത്തതിന്റെ പേരിൽ, സ്വപ്നങ്ങളിൽ കണക്ക് കൂട്ടതും പിഴച്ചതിന്റെ പേരിൽ അപമാനിതനായി തല മുണ്ടിട്ട് നടക്കുന്ന, അടുത്ത നിമിഷങ്ങളിൽ എൻ്റെ വീടിന്റെ ഭിത്തിയിൽ ജപ്തി നോട്ടീസ് ഒട്ടപ്പെടുമോ എന്നുള്ള ഭീതി ജീവിക്കുന്ന ചിലരോട് ഇന്നെനിക്കൊരു ദൂത് പറയാനുണ്ട്. എബേസിന്റെ അതിരു മാറ്റിയ ഒരു ദൈവം ജീവിക്കുന്ന ദൈവമാണെങ്കിൽ നിന്റെ വീടിന്റെ അതിരു മാറ്റാൻ മാന്യനാക്കുന്നത് എങ്ങനെ? 10-ാം വാക്യം. എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, അങ്ങനെ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിശാലപ്പെടുത്തുന്നത് KSF-കാരൊന്നും അല്ല. അതിര് വിശാലപ്പെടുത്തുന്നത് LIC അല്ല. ഞാൻ അവർക്കൊന്നും എതിരല്ല കേട്ടോ, ഇതൊന്നും ആരും എടുത്ത് പറയരുത്. അതിര് വിശാലപ്പെടുത്തുന്നത് മ്യൂച്വൽ ഫണ്ടും അല്ല. അതിര് വിശാലപ്പെടുത്തുന്നത് ഇൻഷുറൻസും അല്ല. അതിര് വിശാലപ്പെടുത്തുന്നത് എൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ? എനിക്ക് നല്ല ധൈര്യ. മനുഷ്യൻ എത്ര ശ്രമിച്ചാലും അതിര് വിശാലപ്പെടത്തില്ല. ആരല്ല നിന്റെ അതിര് അടച്ചു കെട്ടാൻ നോക്കിയാലും ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, പാപം മനുഷ്യനെ കുനിക്കും, രോഗം മനുഷ്യനെ കുനിക്കും, സാമ്പത്തിക സാഹചര്യങ്ങൾ മനുഷ്യനെ കുനിക്കും. ഈ മനുഷ്യൻ കുനിഞ്ഞത് ജനിച്ചു വളർന്ന സാഹചര്യ നിമിത്തമാ. വ്യസനകരമായ ജനനം. ആ നിലയിലൊക്കെ ജനിക്കപ്പെട്ട ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അപമാന ഭാരം പേർ ജനിക്കപ്പെട്ടവർ. അപ്പൊ തന്നെ ഗർഭാവസ്ഥയിൽ ഭർത്താവൊക്കെ മരിച്ചു വിധവയായി തീർന്ന് സ്വന്തം അപ്പനെ കാണാതെ ജനിച്ച കുഞ്ഞുങ്ങൾ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനൊക്കെ വ്യസനത്തിന്റെ നടുവിൽ ജനിക്കപ്പെട്ടതിനെ ഒന്നും കൈവിടത്തില്ല ദൈവം. അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമായ ശബാരാധന. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ദൈവത്തെ സ്തുതിച്ചാട്ട്. അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമായ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വള്ളം തുഴയുന്ന ചില അമ്മമാരോട് ഞാൻ പറയുകയാ, നിന്റെ വ്യസനം മാറ്റാൻ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ സഭയിൽ എല്ലാ ബുധനാഴ്ചയും വരുന്ന ഒരു കർത്താവിന്റെ ദാസിയുണ്ട്. തന്നെ നല്ല പ്രായത്തിൽ വിധവയായ ഒരു പ്രിയപ്പെട്ടവൾ. ജീവിതത്തിൽ ഒത്തിരി ഒറ്റപ്പെട്ടു. വളരെ പെട്ടെന്ന് ഭർത്താവ് മരിക്കുമ്പോൾ വലിയ സാമ്പത്തിക സാഹചര്യം. പക്ഷേ ഉറച്ച വിശ്വാസത്തിൻ്റെ പേരിൽ അതൊന്നും, സ്തോത്രം, ആരുടെയും പേരിലേക്ക് എഴുതപ്പെടാഞ്ഞതുകൊണ്ട് എല്ലാം അപഹരിക്കപ്പെട്ടു. പിന്നീട് ആ അമ്മ 2 പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് വളരെ കഷ്ടപ്പെട്ടു. എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, എൻ്റെ കണ്ണിലിപ്പോൾ കണ്ണീരില്ല, കണ്ണീർ ഗ്രന്ഥിക്ക് പ്രശ്നമായി. കരഞ്ഞ സാരയില്ല, ഒരാൾ ഒരു പുരുഷായുസി കരയാവുന്നത് മുഴുവൻ ഞാൻ ദൈവസേനയിൽ കരഞ്ഞിട്ടുണ്ട്. കൃത്യം വെളുപ്പിനെ 3 മണി മുതൽ 6 മണി വരെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി. പക്ഷേ ദൈവം അതിര് വിശാലാക്കി.
ഇന്ന് മോള് സ്തോത്രം ജപ്പാനിലെ ഏറ്റവും വലിയ ആണവ നിലയത്തിൽ സ്കോളർഷിപ്പോട് കൂടെ ഡോക്ടറേറ്റ് പാസ്സായിട്ട് അവിടെ ജോലി ചെയ്യുക. മോന് ഒരു പൈസ പോലും മുടക്കാതെ ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ ആഴ്ച കടന്നുപോയി. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഈ അതിര് ദൈവം വിശാലപ്പെടുത്താൻ തുടങ്ങിയാൽ ആരൊക്കെ നിന്റെ വഴി തടഞ്ഞു വെച്ചാലും വിശ്വസിക്കണം, കർത്താവ് ചിലത് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സ്തോത്രം. എനിക്കൊത്തിരി സന്തോഷം തോന്നി. തൊട്ടു മുമ്പിലത്തെ സെക്ഷനിൽ പോർഷനിൽ പാടുന്ന സഹോദരങ്ങളെല്ലാം വളരെ അനുഭവമുള്ളവരാ. ഷാരോനാണെങ്കിലും തൊട്ടപ്പുറത്തെ സെക്ഷനിൽ പാടിയത് കർത്താവിൻ്റെ ദാസൻ ഷൈജു ദേവദാസ. ജീവിതത്തിൽ കുനിഞ്ഞുപോയ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ താനിങ്ങനെ തൻ്റെ സാക്ഷ്യങ്ങളിൽ പങ്കുവെക്കാറുണ്ട്. ഇനി ഒരിക്കലും വിവരത്തിലെന്ന് ലോകം വിധിച്ച പ്രത്യേക സാഹചര്യം, അപൂർവങ്ങളിൽ അപൂർവമായി തൻ്റെ ഭാര്യയ്ക്കൊക്കെ കടന്നു വന്ന രോഗം, ജീവിതം മുഴുവൻ തകർന്നുപോയ അനുഭവങ്ങൾ. പക്ഷേ ഞങ്ങളൊക്കെ തമ്മിൽ സ്വകാര്യമായിട്ട് സംഭാഷിക്കുമ്പോൾ ഞങ്ങളൊക്കെ പറയാറുണ്ട്, ആ ഒരു കാലം കൊണ്ടൊക്കെ ജീവിതം തീർന്നെന്ന് വിചാരിച്ച കാലമൊക്കെ കഴിഞ്ഞേച്ച് ഇന്ന് പുതിയൊരു തലത്തിലേക്ക് ദൈവം കൈപിടിച്ച് നടത്തി. ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി. എവിടെ അവസാനിച്ചതെന്ന് നാം തീരുമാനിക്കുവോ അവിടെയാ ദൈവം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങളും പരിതസ്ഥിതികളും കടഭാരങ്ങളും ഒക്കെ പേരിൽ കുനിഞ്ഞു പോയ, അത് ഇന്ത്യയിലുള്ളവരോട് മാത്രമല്ല ഞാൻ പറയുന്നത്, വിദേശ രാജ്യങ്ങളിലും വലിയ ലോഡിൻ്റെ ഒക്കെ മുഖം തോളിൽ ചുമന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ച് നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഞാൻ പറയുകയാ, ഈ മാസം നിങ്ങളുടെ മാസമാണ്. ദൈവം നിങ്ങളെ നിവർത്താൻ തീരുമാനിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം മനുഷ്യനെ കുനിക്കും, രോഗം മനുഷ്യനെ കുനിക്കും, ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ മനുഷ്യനെ കുനിക്കും. ഇനി മനുഷ്യൻ കുനിയുന്ന സ്തോത്രം അടുത്ത ഒരു വിഷയമാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. എല്ലാ ദിവസവും പള്ളു പറയും. എന്തിൻ്റെ പേരിലാണെന്നറിയോ? മക്കളില്ലാത്തതിൻ്റെ പേര്. സ്തോത്രം. പറഞ്ഞ് അവസാനിക്കുന്നത് എവിടാന്നറിയോ? ഹന്നയുടെ പൊട്ടിക്കരച്ചില്ല. സ്തോത്രം. പെനീനയ്ക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എല്ലാ ദിവസവും ഹന്ന കണ്ണീര് കുടിക്കുന്നത് കാണണം. എലിസബത്തിനോടൊക്കെ ചോദിച്ചാൽ പറയും, മക്കളില്ലാത്തതിൻ്റെ പേരിൽ എനിക്കൊരു പേര് കിട്ടി. ഞാൻ പുരോഹിതന്റെ ഭാര്യ, വലിയ പ്രസിദ്ധമായ പദവിയിലൊക്കെ ജീവിക്കുന്നുള്ള, പക്ഷേ മക്കളില്ലാത്തതിൻ്റെ പേരിൽ എനിക്കിപ്പോൾ ഒരു പേര് കിട്ടി. എന്താ? മച്ചി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ തന്നിരിക്കുന്ന ചില പേരുകൾ, ചില വട്ടപ്പേരുകൾ, ചില ഇരട്ടപ്പേരുകൾ ദൈവം മാറ്റും. ചില അമ്മായിമ്മമാര് കുത്തി പ്രാർത്ഥിക്കാറുണ്ട്. ചില നാത്തൂമാര് ശരിക്കും പുച്ഛിച്ച് ചിരിക്കാറുണ്ട്. ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഈ പ്രിയപ്പെട്ടവരൊക്കെ വല്ലാതങ്ങ് കുനിഞ്ഞിരിക്കുമ്പം ദൈവം തീരുമാനിച്ചു, ഇത്രേ കരഞ്ഞവൾ ഇനി കുനിയണ്ട, ഞാനിവളെ നിവർത്താൻ തീരുമാനിച്ചിരിക്കുക. ഇന്നത്തെ ദിവസം എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഒരു ചികിത്സയുടെ സഹായമില്ലാതെ അടഞ്ഞ ചില ഗർഭപാത്രങ്ങളെ തുറക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. സ്തോത്രം, 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 സ്തോത്രം.
ഓ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവർത്തികൾക്കായി സ്തോത്രം ചെയ്താട്ടെ. പാപം മനുഷ്യനെ കുനിക്കും, രോഗം മനുഷ്യനെ കുനിക്കും, ജനിച്ചു വളർന്ന സാഹചര്യം മനുഷ്യനെ കുനിക്കും, മക്കളില്ലാത്തത് മനുഷ്യനെ കുനിക്കും. ഇനി മനുഷ്യനെ കുനിക്കുന്ന അടുത്ത ഒരു പ്രശ്ന ശാരീരിക വൈകല്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യൻ ജനന ദിവസം മുതൽ അവൻ ഇരുന്നു പോയി, ജനിച്ചപ്പം മുതൽ ഇരുന്നു പോയി. ഈ പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കുക, ജനിച്ച നാള് മുതൽ ഇരുന്നു പോയ ചിലരെ കർത്താവ് ഉയർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഓടി നടക്കേണ്ടതാ നീ, പക്ഷെ ജനന ദിവസം മുതൽ ഇരുന്നു പോയില്ലേ, ഇന്ന് ദൈവാത്മാവ് പറയുക, എഴുന്നേക്ക. പിറവിയിലെ കുരുടൻ 38 വർഷമായി കുളക്കരെ കിടന്നവൻ ഇരുന്നു പോയ ചിലരെ കർത്താവ് പറയാ, ബർത്തിമായേ എനിക്കിന്ന് അതെ നിന്റെ സ്ഥിതിക്ക് അവന്റെ ആ വിളിയൊക്കെ അങ്ങനെ ഒരു വിളിയാ. ആ വിളി കുനിഞ്ഞിരുന്ന അവസ്ഥകൾക്ക് ഒരു മാറ്റം നൽകുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനനം മുതൽ ഇരുന്നു പോയ ചില ശാരീരിക വൈകല്യങ്ങൾ, അത് നിമിത്തം ഭാരം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർത്താനായിട്ട് തീരുമാനിക്കുക. അപ്പം മനുഷ്യൻ കുനിയുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു. പാപം മനുഷ്യനെ കുനിക്കും, രോഗം മനുഷ്യനെ കുനിക്കും, ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ മനുഷ്യനെ കുനിക്കും, ശാരീരിക വൈകല്യങ്ങൾ മനുഷ്യനെ കുനിക്കും, മക്കളില്ലാത്തത് നിമിത്തം മനുഷ്യൻ കുനിയും. ഇന്ന് വേറൊരു കാര്യമാണ് ഇതിനേക്കാളെല്ലാം പ്രധാനമായിട്ട് പറയാൻ എന്നെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യ, മക്കള് നിമിത്തം കുനിയാം. യാക്കോബ് കുനിഞ്ഞു പോയത് മക്കള് നിമിത്ത. ഒന്നെടുത്ത വാക്യം 32-ന്റെ-8. ഉൽപ്പത്തി 32-ന്റെ-8. സ്തോത്രം. സോറി 35-ന്റെ-8. 35-ന്റെ-8. സ്തോത്രം. ഇരുപത്തിയാറ് മുതൽ 29 വരെ വാക്യം. സ്തോത്രം. 34-ാം അധ്യായത്തിന്റെ. അവർ ഹമോരിനെയും അവൻ്റെ മകനായ ശേഖേമിനെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊന്നു. ദീനെ ശേഖേമിൽ നിന്ന് ശേഖേമിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. പിന്നെ യാക്കോബിൻ്റെ പുത്രന്മാർ നിഹതന്മാരുടെ ഇടയിൽ ചെന്ന് തങ്ങളുടെ സഹോദരിയെ അവർ വഷളാക്കിയത് കൊണ്ട് പട്ടണത്തെ കൊള്ളയടിച്ചു. അവർ അവരുടെ ആട്, കന്നുകാലി, കഴുത ഇങ്ങനെ പട്ടണത്തിലും വെളിയിലും ഉള്ളവയൊക്കെയും അപഹരിച്ചു. അവരുടെ സമ്പത്തൊക്കെയും എല്ലാ പൈതങ്ങളെയും സ്ത്രീകളെയും അവർ കൊണ്ടുപോയി വീടുകളുള്ളതൊക്കെയും കൊള്ളയിട്ടു. അപ്പോൾ യാക്കോബ് ശിമിയോനോടും ലേവിയോടും, ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്ത്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആൾ ചുരുക്കമല്ലോ, എന്നെ തോൽപ്പിക്കുകയും ഞാനും എൻ്റെ ഭവനവും നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ സംഭവത്തിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ദേശവാസികളായ ശേഖേമരുമായിട്ട് യോഗ്യമല്ലാത്ത ബന്ധം ആർക്ക്? ദീനയ്ക്ക്. ആരംഭിക്കപ്പെട്ടത് ഫേസ്ബുക്ക് വഴിയാ, ആരംഭിക്കപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴിയാ. സ്തോത്രം. അവസാനിച്ചത് കൊലപാതകത്തിലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചും മക്കളായ മക്കളോടൊക്കെ പറയാ, ദൈവഹിതമില്ലാത്ത ഒരു ബന്ധത്തിലും പോകരുത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്ന, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന
എല്ലാ മെസ്സേജിനും റിപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദൈവഗതയില്ലാത്ത ബന്ധങ്ങൾ, സ്തോത്രം. മക്കളെ നിർത്തിക്കോണം. മക്കളായ മക്കളോടൊക്കെ ഇന്ന് പകൽ വളരെ സ്നേഹത്തോടെ പറയുക, ദീനയുടെ ജീവിതം വേറൊന്നിലേക്ക് അതപ്പൊതിക്കപ്പെട്ട് പോയതുപോലെ നിങ്ങളുടെ ജീവിതം ഒരിക്കലും തകർക്കപ്പെടാൻ ഇടയാകാതിരിക്കേണ്ടതിന് എൻ്റെ മക്കളായ മക്കളെ, നിങ്ങളുടെ പിതാക്കന്മാരുടെയും മാതാക്കളുടെ തല കുനിയാതിരിക്കേണ്ടതിന് ദൈവഗതയില്ലാത്ത എല്ലാ ബന്ധങ്ങളെയും നിർത്തണേ. ആ ബന്ധം കൊലപാതകത്തിൽ അവസാനിക്കുക. ഒടുവിൽ, സ്തോത്രം, യാക്കോബിൻ്റെ തല കുനിയുക. അപ്പം മക്കൾ നിമിത്തം തല കുനിയ, ലഹരിക്കൊക്കെ അടിമപ്പെടുന്ന തലമുറ, ദൈവഗതമില്ലാത്ത ബന്ധങ്ങളിലേക്ക് ചെന്നെത്തുന്ന തലമുറ, സ്തോത്രം, ഹല്ലേലൂയ. മക്കളായ മക്കളോടൊക്കെ എനിക്ക് സ്നേഹത്തോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, ദൈവം തന്ന ആ വാഹനമൊക്കെ വളരെ സ്പീഡിൽ കൂട്ടുകാരുടെയൊക്കെ മുമ്പിൽ ഷൈൻ ചെയ്യാനായിട്ട് അതിങ്ങനെ സ്പീഡിൽ ഓടിക്കുമ്പം ഒരു കാര്യം ഓർത്തോണം. കഴിഞ്ഞ ദിവസം തൊടുപുഴയിലൊക്കെ മൂവാറ്റുപുഴയിലൊക്കെ നമ്മൾ കണ്ടതാ, റോഡ് മുറിച്ച് കിടക്കുന്ന പാവം പിടിച്ച 2 പെൺകുഞ്ഞുങ്ങളുടെ നേരെ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു വാഹനം, സ്തോത്രം. രണ്ടിനെയും തട്ടിക്കളഞ്ഞു. ഒന്ന് മരിച്ചു, മറ്റൊന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. അതിനെക്കാട്ടി എല്ലാം ഭയങ്കരം. ദൈവത്തിന് സ്തോത്രം. ആ ഗവൺമെൻറ് ആ കാര്യത്തിൽ ഇടപെട്ടു. എന്താ ഇടപെടൽ നടത്തിയത്? ആ മകൻ്റെ അപകടത്തിലേക്ക് വരുത്തിയ മകൻ്റെ ലൈസൻസ് അവർ കട്ട് ചെയ്തു. ആ വാഹനത്തിൻ്റെ RC ബുക്ക്, ദൈവത്തിന് സ്തോത്രം, അവർ ബന്ദ് ചെയ്തു. ഇനി സംഭവിക്കുന്നത് എന്താ? അവൻ്റെ ജീവിതം ഒരു വല്ലാത്ത ഇരുട്ടിലേക്ക് പോകുന്ന കേസും കാര്യങ്ങളും ഒക്കെ, സ്തോത്രം. എൻ്റെ പ്രിയ മക്കളെ, ദൈവം ഒരു നിയമം തന്നിട്ടുണ്ട്. ആ നിയമത്തിനപ്പുറത്ത് പോകരുതേ. ദൈവതയില്ലാത്ത ഒരു ബന്ധവും വേണ്ട. ദൈവതയില്ലാത്ത ബന്ധം നിങ്ങളുടെ വീടിനെ കുനിക്കുന്നതാ. പിന്നെയും ഞാൻ ആവർത്തിച്ച് പറയട്ടെ, സ്തോത്രം, ആവശ്യമില്ലാത്ത ലൈനും പോസ്റ്റും ഒന്നും വലിക്കരുത്. അതൊക്കെ ജീവിതത്തെ തകർക്കുന്നതാ. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ജീവിതം തകർന്നെന്നൊരു തോന്നലും നിങ്ങൾക്കുണ്ടെങ്കിൽ ആത്മഹത്യയല്ല പരിഹാരം. വഴിമുട്ടണ്ട. ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുക. കുനിഞ്ഞിരിക്കുന്ന നിന്റെ ജീവിത സാഹചര്യത്തെ നിവർത്താൻ ദൈവത്തിന് ഒരു നിമിഷം മതി. കുറെ മാസങ്ങൾക്ക് മുമ്പ് വർഷന്റെ സ്റ്റുഡിയോയിൽ ഒരു അമ്മ മകനെയും കൊണ്ട് വന്നത് ഞാൻ ഓർക്കുന്നു, സ്തോത്രം. ചെയർമാന്റെ റൂമിൽ കടന്നു വരുമ്പം ഏതോ ഒരു ദിശയിലേക്ക് നോക്കി നിൽക്കുന്ന കുഞ്ഞ്, അവനെ നോക്കി ചങ്ക് പൊട്ടി കരയുന്ന അമ്മ. ഒറ്റക്കാരിയാ ദൈവാസന്മാരായ ഞങ്ങളോട് അവർ പറഞ്ഞത്. എൻ്റെ കൂടെ ഒന്ന് ഷാജിപ്പാസാന്ന എൻ്റെ ഓർമ്മ. ഒറ്റക്കാരിയാ പറഞ്ഞേ, പക്ഷേ കേരളത്തിലെ ബെസ്റ്റ് ടീച്ചറിനുള്ള അവാർഡ് മേടിച്ച ആളാ ഞാൻ. എൻ്റെ കുഞ്ഞ് സേലത്ത് പഠിക്കാൻ പോയതാ. അവിടെ വെച്ചാ ഈ പ്രത്യേക ലഹരിക്ക് അവൻ അടിമപ്പെട്ടത്. ചികിത്സയൊക്കെ നടത്തി. പക്ഷേ രക്ഷപ്പെട്ടെന്നൊരു ചിന്തയിൽ നഷ്ടപ്പെട്ട, ഡിസ്കണ്ടിന്യൂ ചെയ്ത കോഴ്സ് തിരിച്ചു മേടിക്കാനായിട്ട് ആ എക്സാം എഴുതാൻ പോയതാ. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പൊതിക്കെട്ടുമായിട്ട് കോട്ടയത്തെ പോലീസ് പിടിച്ചു. അവർ ഫോട്ടോ എടുത്ത് പത്രത്തിൽ ഇടാൻ തുടങ്ങിയപ്പം കുഞ്ഞിന് ബോധം വന്നിട്ട് അവൻ തന്നെ പറഞ്ഞു, ചെയ്യരുതേ, അതറിഞ്ഞ എൻ്റെ അമ്മ ജീവിക്കത്തില്ല. സ്തോത്രം. ഒടുവിൽ ആ അമ്മ വന്നപ്പം അവരുടെ ആ കരച്ചിലും ബഹളമൊക്കെ കണ്ടപ്പോൾ പോലീസുകാർ പറഞ്ഞു, ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിലോ കൗൺസിലിംഗ് സെൻ്ററിലോ ഒക്കെ. അപ്പം 2 വർഷം കൊണ്ടുപോയ ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി എല്ലാം കാണിച്ചു പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഇനി എവിടെ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഇങ്ങനെ പവർഷനിൽ കുറേ ദൈവാസന്മാരുണ്ട്, അവരുടെ അടുക്ക കൊണ്ടിയല് ഒരുപക്ഷെ മാറും. അന്ന് ആ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ കരഞ്ഞത്, സ്വന്തം മക്കൾക്ക് വേണ്ടി കരയുന്ന ആത്മാർത്ഥതയിൽ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കരഞ്ഞത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ദൈവം അത്ഭുതം ചെയ്തു. ആ കുഞ്ഞിന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലിയിൽ ബാംഗ്ലൂരിലായിരിക്കുന്നു. അവൻ്റെ നന്മ, ദൈവത്തിന് സ്തോത്രം, ആ മാതാപിതാക്കൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം എവിടെങ്കിലുമൊക്കെ തലമുറ നിമിത്തം തലേ മുണ്ടിടേണ്ടി വന്ന ആരെങ്കിലും മാതാക്കളോ പിതാക്കന്മാരോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ജീവിതം അവസാനിപ്പിക്കരുത്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ജീവിതം അവസാനിപ്പിക്കരുത്. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവർ ദൈവമുണ്ട്, നിന്നെ മാറ്റുന്നവർ ദൈവമുണ്ട്.